നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കൗന്ദേയ, കുന്തിപുത്ര, നീ എൻ്റെ ശാസനത്തെ ഉൾക്കൊള്ളണം, എന്നിട്ട് അതിനെ നടപ്പിലാക്കണം. എൻ്റെ ശാസനം അനുസരിച്ചിട്ടാണ് പാണ്ഡു ദുഷ്കരമായ കാര്യങ്ങൾ, ആർക്കും ചെയ്യാൻ കഴിയാത്ത അദ്ഭുത കർമ്മങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ പാണ്ഡു എങ്ങനെയാണോ എന്നെ അനുസരിച്ചത്, അതേ പ്രകാരത്തിൽ നീയും എന്നെ അനുസരിക്കണം. നീ ഒരിക്കലും എതിർത്ത് എന്നോടൊരു വാക്ക് പറയരുത്, ഞാൻ പറയുന്നതിനെ ലംഘിച്ച് നടക്കുകയും അരുത്. അങ്ങനെ നീ ചെയ്യുമെന്ന് എനിക്ക് വിചാരമില്ല. നീ പാണ്ഡുവിനെ പോലെ അനുസരിച്ച് നിൽക്കുക. കാരണം സാധാരണയായിട്ട് വേറെ ഏതൊരു മനുഷ്യനും അനുസരിക്കാൻ കഴിയാത്തതായ കാര്യമാണ് ഇവിടെ ധൃതരാഷ്ട്രൻ പറയാൻ പോകുന്നത് എന്ന് ധൃതരാഷ്ട്രൻ നന്നായിട്ടറിയാം. രാജ്യത്തിൽ ഒരു അവകാശവുമില്ലാത്ത ദുര്യോധനൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നു. രാജ്യത്തിൽ സർവ്വ അധികാരവും ഉള്ളവനായ യുധിഷ്ഠിരൻ്റെ കയ്യിൽ നിന്ന് രാജ്യത്തിൻ്റെ പകുതിയുടെ ഭരണസാരഥ്യമെങ്കിലും പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറയുന്നത് നീ അനുസരിക്കുക, പാണ്ഡു എന്ന പോലെ. അല്ലയോ യുധിഷ്ഠിര, എൻ്റെ മക്കളെക്കുറിച്ച് നിനക്കറിയുമല്ലോ. മമ പുത്രാ ദുരാത്മാനോ ദർപ്പാഹങ്കാര സംയുതാഹ. എൻ്റെ പുത്രന്മാർ അവരെല്ലാം ദുരാത്മാക്കളാണ്, നല്ല മനസ്സുള്ളവരല്ല. ഒരിക്കലും അരുതാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ലെന്നാണ് വിധി, ശാസ്ത്രവിധി. നമ്മുടെ പാരമ്പര്യവും അങ്ങനെയാണ്. പക്ഷേ അരുതാത്തതെല്ലാം ചിന്തിക്കുകയും അരുതാത്തതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തോടു കൂടിയവരാണ് എൻ്റെ മക്കൾ. അവർക്ക് അഹങ്കാരമാണ് കൈമുതലായിട്ടുള്ളത്. അങ്ങനെയുള്ളവരായ എൻ്റെ മക്കൾ ശാസനം ന കരിഷ്യന്തി മമ നിത്യം യുധിഷ്ഠിര. അല്ലെ യുധിഷ്ഠിര, എൻ്റെ ആജ്ഞയെ അവരൊരിക്കലും അനുസരിക്കുന്നില്ല. സ്വന്തം മക്കളെ അനുസരിപ്പിക്കാൻ അച്ഛന് കഴിയുന്നില്ല മഹാരാജാവിന്. അനുജൻ്റെ മക്കളെ അവർ നല്ലവരാകൊണ്ട് അനുസരിപ്പിക്കാം, അവർ അനുസരിച്ചു കൊള്ളും. ഇതാണ് അദ്ദേഹത്തിൻ്റെ തലതിരിഞ്ഞതായ സങ്കല്പം. സ്വന്തം മക്കളെ അനുസരിപ്പിക്കാൻ കഴിയാത്ത ആൾ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ധർമ്മ്യമല്ല. ധർമ്മ്യമല്ലാത്ത കാര്യത്തിലേക്ക് ധൃതരാഷ്ട്രൻ പുറപ്പെടുന്നു. അവരെൻ്റെ ആജ്ഞ അനുസരിക്കില്ല, പക്ഷേ നീ എൻ്റെ ആജ്ഞയെ അനുസരിക്കണം. അവർ സ്വന്തം കാര്യത്തിൽ എപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്ലയോ യുധിഷ്ഠിര, പുനർവോ വിഗ്രഹോ മാഭൂത് ഖാണ്ഡവ പ്രസ്ഥമാവിശ. ഇനി നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പാടില്ല. ഇതിനകം എത്രയോ തവണ നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞു. ഭാഗ്യം, ആർക്കും വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. കഷ്ടപ്പാടുകൾ പലതുണ്ടായെങ്കിലും ഇപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടുകൂടി ജീവനോടുകൂടി എൻ്റെ കൺമുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഇതാണ്, നിങ്ങൾ തമ്മിൽ ഇനി യുദ്ധമുണ്ടാവരുത്. അതുകൊണ്ട് പാണ്ഡവന്മാർ ആരും തന്നെ ഇവിടെ ഈ ഹസ്തിനാപുരത്ത് നിൽക്കണ്ട എന്നാണ് ഇനി പറയാൻ പോണേ. ഖാണ്ഡവപ്രസ്ഥം ആവിശ, ഖാണ്ഡവപ്രസ്ഥത്തേക്ക് പൊയ്ക്കൊള്ളൂ. പാണ്ഡവന്മാർക്ക് ഹസ്തിനാപുരവും ഹസ്തിനാപുരത്തിൻ്റെ യഥാർത്ഥ രാജാവിന് ഹസ്തിനാപുരവും, പിന്നെ വേണമെങ്കിൽ ഒരു സമന്വയം എന്നുള്ള നിലയിൽ ഖാണ്ഡവപ്രസ്ഥം കാട് പിടിച്ചു കിടക്കുന്നതായ പ്രദേശമാണ്. പണ്ട് അവിടെ ജനവാസം ഉണ്ടായിരുന്നു, ഒരു നഗരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല ദോഷങ്ങൾ വന്നതിന് ശേഷം അവിടെ ജനങ്ങൾ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ കാട് കയറി കിടക്കുകയാണ്, ദുഷ്ടമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി കിടക്കുകയാണ്.
അവിടെ മനുഷ്യവാസത്തിന് വേണ്ടുന്നതായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കണമെങ്കിൽ തന്നെ വളരെയേറെ ജോലിയുണ്ട്. അവിടേക്ക് തൻ്റെ മക്കളെ അയക്കുന്നതിന് പകരം അവിടേക്ക് രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശിയെ പറഞ്ഞേക്കാണ്. ഖാണ്ഡവപ്രസ്ഥമാവിശ, ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക്, അല്ലയോ യുധിഷ്ഠിര, നിങ്ങൾ 5 പേരും ചേർന്ന് അങ്ങോട്ട് പോയിക്കൊള്ളുക. അവിടെ ചെന്ന് വസിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ എന്നുള്ളതായ ആശങ്ക വേണ്ട. നചവോ വസതസ്തത്ര കശ്ചിത് ശക്ത പ്രബാധിതും. നിങ്ങൾ അവിടെ പോയി താമസം ഉറപ്പിക്കുമ്പോഴേക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, ആരും ശല്യപ്പെടുത്താൻ വരില്ല, ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വന്നു ചേരില്ല. അതിനുള്ള കരുത്ത് ആർക്കും തന്നെ ഇല്ല. വിശേഷിച്ചും സംരക്ഷ്യമാണാൻ പാർത്ഥേന ത്രിദശാനിവ വജ്രണ. പാർത്ഥൻ നിങ്ങളെയെല്ലാം രക്ഷിക്കുന്നുണ്ടല്ലോ. അർജുനന്റെ ആ സംരക്ഷണയിൽ നിങ്ങൾ സുഖമായി കഴിയുമ്പോഴേക്കും ലോകത്തിൽ ആർക്കും തന്നെ ഖാണ്ഡവപ്രസ്ഥത്തിൽ വന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഏത് പ്രകാരത്തിലാണോ ദേവന്മാരെയെല്ലാം വജ്രായുധധാരിയായിരിക്കുന്ന ഇന്ദ്രൻ രക്ഷിക്കുന്ന അതേ പ്രകാരത്തിൽ അർജുനൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ സുരക്ഷിതരായിട്ട് സുഖമായിട്ട് അവിടെ കഴിയുക. ഇതുകൊണ്ടുള്ള നേട്ടം എൻ്റെ മക്കളും നിങ്ങളും തമ്മിൽ യാതൊരു കലഹവും ഇനി ഉണ്ടാവില്ല. അങ്ങനെ അർദ്ധം രാജ്യസ്യ സംപ്രാപ്യ ഖാണ്ഡവപ്രസ്ഥമാവിശ, രാജ്യത്തിൻ്റെ പകുതി നേടിക്കൊണ്ട്, രാജ്യത്തിൻ്റെ മുഴുവനും അവകാശിയോട് പറയുന്ന വാക്യാണ്, രാജ്യത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരുന്നു, അത് നേടിക്കൊണ്ട് നിങ്ങൾ ഇവിടെല്ല അങ്ങ് ഖാണ്ഡവപ്രസ്ഥത്തിൽ പോയി പാർക്കുക. ഇതേ വാക്യം ദുര്യോധനോട് പറഞ്ഞിരുന്നെങ്കിലോ അവിടെ നാം രണ്ടുപേരും യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിലുള്ളതായ അന്തരം തിരിച്ചറിയുന്നു. അക്രോധം എന്നുള്ളതായ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതയെയും നാം നന്നായി അറിയുന്നത് അവിടെയാണ്. ദുര്യോധനെ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് പറഞ്ഞയക്കാൻ ഒരിക്കലും രാജാവിനാവില്ല, ധൃതരാഷ്ട്രനാവില്ല. എന്ന് മാത്രമല്ല, പകുതി രാജ്യം മാത്രമേ ദുര്യോധനുള്ളൂ ഹസ്തിനാപുരം കേന്ദ്രമാക്കിയിട്ടാണെങ്കിൽ പോലും മുഴുവൻ രാജ്യവും കൊടുക്കുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ ഇവിടെ. അതും ദുര്യോധനൻ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ പിന്നീട് കള്ളച്ചൂതിന് വേണ്ടിയിട്ടുള്ളതായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നത്. പാണ്ഡവന്മാരെ ചൂതിൽ തോൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് പറഞ്ഞയച്ചതും വീണ്ടും കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് 1 കൊല്ലത്തെ അജ്ഞാതവാസം എന്നുള്ള വ്യവസ്ഥയും വച്ചത്. അതിനിടയ്ക്ക് കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും 12 കൊല്ലം കാനനത്തിലേക്ക്. ഇങ്ങനെ സ്ഥിരമായി അവരെ കാനനത്തിൽ കളയുക എന്നുള്ള തന്ത്രം ദുര്യോധനൻ ആവിഷ്കരിച്ചത് പകുതി രാജ്യം ഖാണ്ഡവപ്രസ്ഥം കേന്ദ്രമാക്കിയിട്ടാണെങ്കിലും യുധിഷ്ഠിരന് കൊടുത്തതിലുള്ള അസഹിഷ്ണുതയാണ്. അതാണ് ദുര്യോധനോട് ഇപ്പോൾ പറഞ്ഞ പ്രകാരത്തിൽ, യുധിഷ്ഠിരനോട് പറഞ്ഞ പ്രകാരത്തിൽ പറയാൻ പറ്റൂല. രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയോട് ഇങ്ങനെ പറഞ്ഞാൽ യുധിഷ്ഠിരന്റെ സ്ഥാനത്ത് ദുര്യോധനാണെങ്കിൽ പൊട്ടിത്തെറിക്കും. വലിയ വിപ്ലവങ്ങളെല്ലാം അവിടെ സംഭവിക്കും. ദുര്യോധനെന്നല്ല, വേറെ ആരായാലും സംഭവിക്കും. തൻ്റെ അവകാശത്തെ പരിപൂർണമായിട്ടും അപഹരിക്കുന്നു എന്ന് വരുമ്പോഴേക്കും ആരായാലും കോപിച്ചു പോകും. ആ അവസരത്തിൽ അവർ അതിശക്തമായിട്ട് പ്രതികരിക്കുകയും ശക്തമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. യുധിഷ്ഠിരനല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ അപ്പോൾ യുദ്ധം ആരംഭിക്കുമായിരുന്നു. പക്ഷേ ക്രോധം ആരുടെ ഹൃദയത്തിലും ഉണ്ടാക്കുന്നതായ ഈ വിധത്തിലുള്ളതായ സാഹചര്യം ഉണ്ടായിട്ടും യുധിഷ്ഠിരൻ കോപിച്ചില്ല, പാണ്ഡവന്മാരാരും കോപിച്ചില്ല. അതാണ് ക്രോധത്തിന് ചേരുന്നതായിട്ടുള്ള കാരണങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ പോലും ക്രോധിക്കാതെ ഇരിക്കുന്നതാണ് അക്രോധം എന്നുള്ള ദൈവീ സമ്പത്ത്. അവർ ഏതൊരു വിപത്തിൻ്റെ നടുവിലും ശാന്തിയെ, സമാധാനത്തെ ലോകത്തിന് പകരുന്നു. ലോകത്തിന് വേണ്ടത്, ആർക്കും വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. പക്ഷേ അതിനെ ധ്വംസിക്കൽ രാക്ഷസീ ബുദ്ധികളുടെ സവിശേഷതയാണ്.
അതാണ് ആസുര സമ്പത്തിൽ വരും. അത് ലോകത്തെ പല പ്രകാരത്തിൽ വേദനിപ്പിക്കുക എന്നുള്ളതായ സ്വഭാവം. ദൈവീ ബുദ്ധിയുള്ള ആളുകൾ ലോകത്തിനൊരു പ്രകാരത്തിലും വിപത്തുണ്ടാക്കില്ല. അത് ആ ദൈവീ ബുദ്ധി, അക്രോധം എന്നുള്ള ദൈവീ ബുദ്ധി നമ്മൾ ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് നേരിട്ട് കാണുന്നു. ഇത്രയേറെ സുവ്യക്തമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം നമുക്ക് എളുപ്പത്തിൽ വേറെ എങ്ങും തന്നെ ലഭ്യമേ അല്ല. ഈ അവസരത്തിൽ യുധിഷ്ഠിരൻ യാതൊരു എതിർപ്പും കൂടാതെ അതിനെ സസന്തോഷം സ്വീകരിച്ചു. പ്രതിഗൃഹ്യതു തദ്വാക്യം, ആ വാക്യത്തെ അദ്ദേഹം അതേ പ്രകാരത്തിൽ സ്വീകരിച്ചു. നൃപം സർവേ പ്രണമ്യ ച, ആ സഹോദരന്മാരെല്ലാവരും, അതേപോലെ തന്നെ പാഞ്ചാലിയും കുന്തിയും എല്ലാവരും ആ മഹാരാജാവിനെ നമസ്കരിച്ചിട്ട് ഇതാ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് ഉടനെ തന്നെ പുറപ്പെടുകയാണ്. അപ്പോൾ മഹാരാജാവിനെ വന്ദിച്ചിട്ട് പ്രതസ്ഥിരേ തതോ ഘോരം വനം തൻ മനുജർഷഭ, ആ മനുഷ്യ ശ്രേഷ്ഠന്മാർ ആ ഘോരമായിരിക്കുന്ന ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക്, ആ വനത്തിലേക്ക് അവർ പുറപ്പെട്ടു. എങ്ങനെ? പകുതി രാജ്യം നേടിയിട്ട്, അർദ്ധം രാജ്യസ്യ സംപ്രാപ്യ, രാജ്യത്തിൻ്റെ പകുതി നേടിക്കൊണ്ടവർ പോയി. രാജ്യത്തിൻ്റെ മുഴുവനും അവകാശിയായിട്ടുള്ളയാൾ പകുതി നേടിക്കൊണ്ട് പോയി. എവിടെ? കാട്ടിനുള്ളിലേക്ക്. ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ എത്തിക്കഴിഞ്ഞാലോ, ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ മനുഷ്യവാസ യോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉളവാക്കണം, കഠിനമായി അധ്വാനിക്കണം. അതൊന്നും അവർക്ക് ദുഷ്കരമായി തോന്നിയില്ല. അപ്പോഴും ക്രോധം ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായില്ല. തതസ്തേ പാണ്ഡവസ്തത്ര ഗത്വാ കൃഷ്ണ പുരോഗമാഹ, അപ്പോഴും പാണ്ഡവന്മാരോടൊപ്പം ശ്രീകൃഷ്ണനുണ്ട്. അദ്ദേഹമാണ് മുന്നിൽ നടക്കുന്നത്. അദ്ദേഹത്താൽ നയിക്കപ്പെട്ടവരായിട്ട് ആ പാണ്ഡവന്മാരെല്ലാവരും ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? മണ്ഡയം ചക്രിരേ തതുവൈ പരം സ്വർഗവദച്യുതാഹ, ഒരു പ്രകാരത്തിലും പതനം ഉണ്ടാകാത്തവരായ, ദോഷം നിറയുന്ന മനസ്സോട് കൂടിയവരാകാതെ എപ്പോഴും സത്യധർമാദികളിൽ തന്നെ നിലനിൽക്കുന്നവരായ ആ സഹോദരന്മാർ കഠിനമായി അധ്വാനിച്ചിട്ട് ആ കൊടുങ്കാടിനെ അത്ഭുതകരമായിരിക്കുന്ന ഒരു നഗരിയാക്കി മാറ്റി. ഈ സമയത്ത് മഹേന്ദ്രൻ പറയുന്ന വാക്യം നമുക്ക് ഇവിടെ വ്യാസൻ കേൾപ്പിച്ചു തരുന്നുണ്ട്. വ്യാസന് 14 ലോകങ്ങളും പ്രത്യക്ഷമാണ്. അതുകൊണ്ട് വ്യാസഭാരതത്തിൽ ഇതെല്ലാം ഒന്നായി ഇണങ്ങി നിൽക്കും. അദ്ദേഹം മഹേന്ദ്രൻ വിശ്വകർമാവിനോട് പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വകർമ്മൻ മഹാപ്രാജ്ഞ അദ്യ പ്രഭൃതി തത്പുരം ഇന്ദ്രപ്രസ്ഥമിതി ഖ്യാതം ദിവ്യം രമ്യം ഭവിഷ്യതി. വിശ്വകർമാവിനോട് പറഞ്ഞ വാക്യം ഇതാണ്. ഇപ്പോൾ പാണ്ഡവന്മാർ ഖാണ്ഡവപ്രസ്ഥത്തിൽ, ആ കൊടുങ്കാട്ടിൽ, ആ കാടെല്ലാം ദൂരീകരിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതായ മനോഹരമായ നഗരമുണ്ടല്ലോ, അത് വിശ്വകർമാവിൻ്റെ അനുഗ്രഹത്താലാണ് ആ നഗര നിർമ്മിതിയെല്ലാം ഭംഗിയായി നടക്കുന്നത്. ആ നഗരം ഇനി മുതൽ ഇന്ദ്രപ്രസ്ഥം എന്ന് അറിയപ്പെടും. ലോകം മുഴുവൻ അത് വിശ്രുതമായി തീരും. ആ നഗരം ഇന്നും നിലനിൽക്കുന്നു. അതാണ് ഡൽഹി. യുധിഷ്ഠിരൻ നിർമ്മിച്ചതായ ഇന്ദ്രപ്രസ്ഥം, അതാണ് ഇന്നത്തെ ഓൾഡ് ഡൽഹി. അത് 5000 വർഷമായിരിക്കുന്നു ഇപ്പോൾ. ഈ 5000 വർഷങ്ങൾക്കിടയ്ക്ക് പല പരിണതികൾ സംഭവിച്ച് ജനബാഹുല്യം ഏറെ ഉണ്ടായി. ആ പ്രകാരത്തിൽ പല രീതിയിലുള്ളതായ മാറ്റങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ സംഭവിച്ച് ഇന്നും ഓൾഡ് ഡൽഹി നിലനിൽക്കുന്നു. അതിനോട് ചേർന്ന് നമ്മൾ പുതിയ രാജധാനി ന്യൂഡൽഹിയെ നിർമ്മിക്കുകയും ചെയ്തു. ആ ന്യൂഡൽഹി ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നാടിൻ്റെ തലസ്ഥാനമായിട്ട് 5000 വർഷക്കാലമായിട്ട് അത് നിലനിൽക്കുന്നു. പാണ്ഡവരുടെ ആ തപോനിഷ്ഠമായ
ചിന്തയുടെയും അതേപോലെ തന്നെ പ്രവൃത്തിയുടെയും ഫലമായിട്ട് അത്ഭുതകരമായ നഗരം. ആ നഗരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമുദ്രം പോലെ വിസ്തൃതമായിരിക്കുന്ന കിടങ്ങുകൾ, ആ കിടങ്ങുകൾക്ക് അപ്പുറമായിട്ട് വലിയ കോട്ടമതിൽ, ആകാശത്തെ ഉരുമ്പുന്നതായ കോട്ടമതിൽ, അത്ര കണ്ട് ഉയരം അതിനുണ്ട്. മേഘമാലകൾ ആകാശത്ത് നിറഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നും തലയുയർത്തി കോട്ടമതിലുകൾ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. ആർക്കും അത്ഭുതകരമായ ശില്പവേലകൾ കൊണ്ട് നയനാനന്ദകരമാണ് ആ കോട്ടമതിൽ. അതിൻ്റെ ഉള്ളിൽ മനോഹരങ്ങളായ രമ്യഹർമ്മ്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും, അതിനകത്ത് സുഖകരമായ ജീവിതത്തിന് ഇണങ്ങുന്നതെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമായിരിക്കുന്ന സാഹചര്യങ്ങളോട് കൂടിയതാണ് ആ ഇന്ദ്രപ്രസ്ഥം. പാണ്ഡവരുടെ ഐശ്വര്യത്തെയും പാണ്ഡവരുടെ മനസ്സിൻ്റെ സൗന്ദര്യത്തെയും അത് ലോകത്തിന് മുഴുവൻ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ളതായ നഗരം നിർമ്മിച്ചു. ഈ കഥ അക്രോധം എന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഇതേ പ്രകാരത്തിൽ പല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മഹാഭാരതത്തിനകത്ത് കാണാം. അതിൽ നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു കഥാഭാഗം, നമുക്ക് സുപരിചിതമായിരിക്കുന്ന കഥാപാത്രങ്ങൾ, അതിൽ കൂടി വരുന്ന അക്രോധം, അതാണ് ഇവിടെ കേൾപ്പിച്ചത്. അങ്ങനെ ദൈവീ സമ്പത്തിനെ നാം പാണ്ഡവരുടെ ഈ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും നേരിട്ടറിയുന്നു. അക്രോധം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, അത് ഏതെല്ലാം സാഹചര്യത്തിൽ പെട്ടുപോയാൽ പോലും എങ്ങനെയാണ് നിലനിർത്തേണ്ടത് ഇത്യാദികളെല്ലാം വളരെ വിശദമായിട്ട് ഈ കഥയിൽ നിന്ന് നമുക്ക് അറിയാനായി സാധിക്കും. അഹിംസ സത്യമക്രോധ, ഇത് ദൈവീ സമ്പത്താണ്. അഹിംസയും സത്യവും അതേപോലെ തന്നെ ക്രോധരാഹിത്യവും ത്യാഗശാന്തിരപൈശുനം. വ്യാസഭഗവാൻ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ തുടർന്ന് നമ്മോട് പറയുന്നു, ദൈവീ സമ്പത്തിൽ അടുത്ത ഇനം ത്യാഗമാണ്.